ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അധികം എണ്ണ ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ ഉള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഈ ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഈ ഉള്ളി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രം മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ഈ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഉള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്തിന് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എഗ്ഗ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ബീഫും ചിക്കനൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാല് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്ററും ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ മസാല വഴറ്റിയെടുത്ത സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ മസാല മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് താന്നു പോകും കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു തക്കാളി വെച്ച് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മുട്ടയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ചൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടി മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് ഈ ഒരു പാനിൽ തന്നെ അപ്പുറം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് ഇതുപോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിലൊക്കെ മുക്കി ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് എണ്ണയിലൊക്കെ റെഡിയാക്കിയിട്ടുള്ള പലഹാരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഫ്താറിൻ്റെ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.